ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ക്ലീനിങ് ചലഞ്ചിൻ്റെ 3ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 ദിവസങ്ങൾ കണ്ട് വിചാരിക്കണം. ആദ്യത്തെ 2 വീഡിയോ അങ്ങനെ 10 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് എന്താണ് അഭിപ്രായം, നിങ്ങൾ കണ്ട് എന്താ പറയട്ടോ. അപ്പോൾ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ തുടങ്ങിയിട്ടുണ്ടോ അതോ തുടങ്ങാൻ നിൽക്കണുള്ളൂ, എന്താണ് നിങ്ങൾ തുടങ്ങി എന്താ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ദിവസം 3ാമത്തെ ഭാഗമായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3ാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, നമ്മൾ കോണിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗം മൊത്തത്തിൽ മാറാല തട്ടി എല്ലാവരും തട്ടിക്കൊട്ടിയൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ എല്ലാവരാണെങ്കിൽ ഫുഡൊക്കെ വേഗം ഒരു സിമ്പിളായിട്ട് എന്തെങ്കിലും ലഞ്ചിന് നോക്കട്ടോ. ഞാൻ ആദ്യം റെഡിയാക്കി വെക്കുക. എന്നിട്ട് കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷം വേണം ഇതിന് നിൽക്കാൻ കേട്ടോ. എന്നാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യാമല്ലോ. അതുപോലെ ജോലിക്ക് പോകണവരാണെങ്കിൽ അവർക്ക് ലീവിലെ ടൈമിന് ഒക്കെ നോക്കിയിട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ചലഞ്ചെന്ന് പറഞ്ഞാൽ നമ്മളെ വീട് 10 ഭാഗമാക്കുക. എന്നിട്ട് ഓരോ ദിവസവും ഓരോ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 10 ദിവസം കൊണ്ട് നമ്മളെ വീട് മൊത്തം ക്ലീനാവും. അപ്പോൾ നമുക്കിത് ഡെയിലി ഇപ്പോൾ എല്ലാ മാസവും ഇങ്ങനെ 10 ദിവസം അല്ലെങ്കിൽ ഈ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത ഭാഗം തുടങ്ങുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളെ വീട് എപ്പോഴും നീറ്റായിട്ട് നിന്നോളും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. നമുക്ക് ഇഷ്ടമായോ ഈ ചലഞ്ച്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ ആദ്യം തന്നെ മൊത്തം തട്ടിക്കൊട്ടി അടിച്ചു പോരുക. അതിന് ശേഷം നമ്മളിത് തുടക്കാൻ നിൽക്കുക. അപ്പം ഈ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ മൊത്തത്തിലൊന്ന് മാറാല തട്ടിക്കണ്ട് അടിച്ചു വരികതിന് ശേഷം ഈ ജനലൊക്കെ നനഞ്ഞ കഷ്ണം വെച്ചൊന്ന് തുടച്ചാൽ മതി. തട്ടാറ് നിൽക്കണ്ട, അപ്പോൾ തോനെ പൊടികളൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം ഈ കോണിൻ്റെ ഇതൊക്കെ കമ്പികളൊക്കെ തുടക്കാനൊക്കെ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ അത് മാത്രം ഒരു ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ആ ഭാഗം മാത്രമാണല്ലോ, അപ്പോൾ നമുക്ക് അത്ര ഒരു ഇത് തോന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കട്ടോ. നമുക്ക് നമ്മളെ ഈ ക്ലീനിങ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ വീടൊക്കെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി അല്ലേ, നമുക്കൊരു സന്തോഷമാണ്. ഒക്കെ ക്ലീൻ ചെയ്ത് വീട് നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗം ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമല്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നമുക്കറിയാൻ പറ്റും ആ സന്തോഷം എന്താണ്, ഒരു പോസിറ്റിവിറ്റി കാരണം നമ്മളെ മനസ്സിനും നമ്മളെ വീടിനൊക്കെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീടിൻ്റെ ഓരോ ചെറിയ മുക്കും മൂലയും ഒക്കെ നമ്മൾ തിരഞ്ഞു പിടിച്ച് വേണം അവിടെയൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വിട്ടുപോയാൽ അവിടെ പൊടിയായിട്ടൊക്കെ കിടക്കില്ലേ, സ്വിച്ച് ബോർഡ് അങ്ങനെ എല്ലാ സ്ഥലവും നോക്കി എവിടെയാണ് പൊടി ഉള്ളതൊക്കെ നോക്കിക്കൊണ്ട് വേണം ഇത് ഞാൻ ക്ലീൻ ചെയ്യണം കേട്ടോ. ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ അവിടെ ഒന്നും ക്ലീൻ ചെയ്യാനുണ്ടാവരുത്. മൊത്തത്തിൽ അവിടെ പിന്നെ വേറൊന്നും ക്ലീൻ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കുക. ഇത് കോണിൻ്റെ ചുവട്ടിലെ ഡോറുകളും അതൊക്കെ തുടച്ച് അതിൻ്റെ ചുവട്ടിൽ ഇൻവേർട്ടറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പിന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കുക. അങ്ങനെ നമ്മളെ വീട്ടിൽ നമ്മൾ ആ ഭാഗത്തെ എല്ലാ മുക്കും മൂലയും നമ്മൾ എത്തണം കേട്ടോ. അങ്ങനെ തുടച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡെയിലി ഇതിങ്ങനെ വീണ്ടും ഇപ്പോൾ ഈ 10 ദിവസം കഴിഞ്ഞ് വീണ്ടും അവിടെ തന്നെ വീണ്ടും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത്ര തോനെ പണിയൊന്നും ഉണ്ടാവില്ല. ഓരോ ഭാഗങ്ങൾ മാത്രം ഉണ്ടാവുക, തോനെ പൊടികളും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ വീട് എപ്പോഴും നീറ്റായിട്ട് വെക്കും. അങ്ങനെ ഈ പണികളൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഫുള്ളായിട്ട് തുടച്ച് അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.